ഇവിടെ ഒരു സെറ്റപ്പ് ഇവിടെ JB ജംഗ്ഷന്റെ സെറ്റപ്പ് ആകെ മാറിയാ. കർട്ടനുണ്ട്. ഇതെന്താണ് ഇതിനകത്തുള്ളത്? ഒരു അസ്ഥികൂടമായിരുന്ന ശേഷം ഇത് നമ്മുടെ പ്രിയ സുഹൃത്ത് സാംരാജ്. ഇതെങ്ങനെയാണ് അസ്ഥികൂടത്തിൽ നിന്ന് ഈ മനുഷ്യരൂപത്തിലേക്കുള്ള മാറ്റം? എല്ലാം ഒരു മാജിക്, എല്ലാം ഒരു മായ. സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. ഈ മായയെ മുൻനിർത്തിയാണ് ഇന്നത്തെ ഞങ്ങളുടെ JB ജംഗ്ഷൻ. JB ജംഗ്ഷനിലേക്ക് സാമ്രാജിനോടൊപ്പം പ്രേക്ഷകരെയും. സാമ്രാജ്, അസ്ഥികൂടം ഡ്രാക്കുള എൻ്റെ മുമ്പിൽ അസൽ സാമ്രാജ് ഇരിക്കുന്നു. ആൾക്കാരെ വിസ്മയിപ്പിക്കുന്നു, അമ്പരപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സാമ്രാജ്? ഒരു വിസ്മയമാണോ, ഇന്ദ്രജാലമാണോ? ഇപ്പൊ ഈ ഇരിക്കുന്ന ആള് ഇത് കറക്റ്റ് തന്നെയല്ലേ? ഇപ്പം ഒരു നല്ല മാന്ത്രികൻ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ട് തരുന്നത് ഒരു നല്ല പുഞ്ചിരി മാത്രം ഞാനത് തരുന്നു. ദാറ്റ് ഇസ് മിസ്റ്ററി, ദാറ്റ് ഇസ് മാജിക്. പക്ഷെ പുഞ്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ആ കണ്ണിന്റെ മുകളിലുള്ള എന്താ പറയാ, ഞങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു തലമുണ്ട്. നിങ്ങൾക്ക് ആൾക്കാരെ പേടിപ്പിക്കാൻ ഒരു ഹരമുണ്ട്. അത് വെറുതെ പറയാണെന്നേ, അങ്ങനൊരു തോന്നലേ വേണ്ട. ഇത് ജസ്റ്റ് വിസ്മയിപ്പിക്കുക എന്ന് പറയാം. സാമ്രാജ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹൊററാണ്. ആണോ? നിങ്ങളുടെ DNA എവിടെയോ ഒരു ഹൊറർ ഫാക്ടർ കിടപ്പുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ഹൊററിനോടൊരു ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ടാവും, ഒരു ആസക്തി. അതിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വന്ന് ഈ ഒരു രൂപത്തിൽ കറുപ്പിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മമത. എനിക്ക് ഹൊറർ ഫിലിംസ് കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ശരിക്കും കോമഡി എനിക്കിഷ്ടമാണ്. കോമഡി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇത് ഹൊറായിട്ടല്ല ചെയ്തത്, എൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾക്കത് ഹൊറായിട്ട് തോന്നുന്നതാവാം. ദേ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ രൂപഭാവങ്ങൾ ആ ഹൊറർ ഡെലിവറി ആയിട്ട് ചേരുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ വളരെ സാധുവായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുമെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ നിങ്ങളൊരു പൂച്ചക്കുഞ്ഞാന്ന് ആര് പറഞ്ഞു? ആവണമല്ലോ. അങ്ങനല്ലേ വലിയ വലിയ നേതാക്കന്മാരെല്ലാം അങ്ങനല്ലേ, ഈ വലിയ വലിയ ഹൈ പേഴ്സണാലിറ്റീസ് എല്ലാം അങ്ങനെയാണ്. ഓക്കെ, അതങ്ങനെ ആവണം. അതാണ് അല്ല, നമ്മുടെ കഴിവ്, നമ്മുടെ ആ ശക്തി, ഇതെല്ലാം നമ്മുടെ കുടുംബത്തില് ഭാര്യയോടല്ലോ കാണിക്കേണ്ടത്. ഭാര്യയുടെ പേരെന്താണ്? മേരി. മേരി ചേച്ചി അങ്ങനെ വിളിക്കുന്നത് കുഴപ്പമുണ്ടോ? വിളിക്കാല്ലേ? പറ. മേരി ഒരു ഷോയിൽ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഹൊററൊക്കെ കാണിക്കും, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും അത് പറയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. സാമ്രാജ്, മലയാളത്തില് അല്ലെങ്കിൽ ഹിന്ദിയില് താങ്കളുടെ മാജിക്ക് ഒരു സവിശേഷമായിട്ടുള്ള ഒരു അനുഭൂതി ജനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഹൊററുമായി ബന്ധപ്പെട്ട ഒരു ഇന്ദ്രജാലമാണ്. അതിൽ താങ്കൾ കുറച്ച് സ്പെഷ്യലൈസേഷനുകൾ നടത്തി. ഇപ്പൊ തന്നെ താങ്കളെ ഞാൻ അന്വേഷിച്ചപ്പോൾ താങ്കളുടെ അസ്ഥികൂടമായിരുന്നു, പിന്നെ ഡ്രാക്കുളയായി, പിന്നെ താങ്കളുടെ ആ കണ്ണിൻ്റെ ഒക്കെ മൂവ്മെന്റ്സ്, പിന്നെ താങ്കളുടെ ചിരി, ശബ്ദം, ഇതെല്ലാം ഒരു സിങ്കായിട്ട് പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു മാജിക്കാണ്. ദൈവം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നിരിക്കാം സാമ്രാജ് ഇങ്ങനെ പറഞ്ഞു. ശരിക്കും ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്, ക്വാണ്ടിറ്റി സർവേർ എന്നൊക്കെ പറയും. ഗൾഫിൽ അങ്ങനെ ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഒരു അതൊരു നിമിത്തമാകാം ഞാൻ ഇതിലേക്ക് വന്നു. പക്ഷെ ദൈവം അത് കരുതിയിരുന്നു. എനിക്കെല്ലാം കരുതി വെച്ചിരുന്നുള്ളതാണ്. എൻ്റെ ഭാര്യ റൈറ്റ് ഫ്രം ബിഗിനിങ് ഷീ ഈസ് സപ്പോർട്ടിങ് മീ. ഓക്കെ. വൈഫ് പ്രണയവിവാഹമായിരുന്നു? ഒരിക്കലും അല്ല. അല്ല, ഒരിക്കലും അല്ല എന്ന് പറയുന്നത് പ്രണയത്തോടൊന്നും. അല്ല, അന്ന് കല്യാണ സമയത്ത് ഞാൻ വലിയൊരു മജീഷ്യനൊന്നും അല്ലായിരുന്നു. ഈ എൻ്റെ പ്രൊഫഷൻ അല്ലായിരുന്നു. താങ്കൾ ആദ്യ രാത്രിയിൽ എന്ത് മാജിക്കാ ഭാര്യയെ കാണിച്ചത്? എന്താ ചെയ്യുക? അതൊന്നും ഓർക്കുന്നില്ല നീ. അന്നും ഞാൻ പറഞ്ഞില്ലേ അതുപോലൊരു മാജിക്. ഭാര്യയ്ക്കൊന്നും ഒന്നോ രണ്ടോ മാജിക് കാണിച്ചു കൊടുത്തു ആരോ പറഞ്ഞല്ലോ താങ്കൾ? ഇല്ല, അന്നൊന്നും ഞാൻ ജസ്റ്റ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ല. എന്ന് പോലെ ഭാര്യയ്ക്ക് മാജിക് കാണിച്ചു? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലായിരുന്നു ഈ മാജിക്കിലേക്ക് ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. ഞാൻ ഗൾഫിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ് അവതരിപ്പിച്ചിരുന്നു, അങ്ങനെയെങ്കിലും. പക്ഷേ അന്നൊരു ഹോബിയായിട്ട് ഞാൻ കൊണ്ടുവന്നിരുന്നുള്ളൂ. അന്ന് ഭാര്യയ്ക്ക് അത് ഇഷ്ടമായിരുന്നു. അതോ അതിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ റൈറ്റ് ഫ്രം ബിഗിനിങ് അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും എവിടെ പോയാലും ഞാൻ ഭാര്യയെ കൊണ്ടുപോകും. അതേക്കുറിച്ച് ഭാര്യ എന്നോടൊരു ഷോയിൽ പറഞ്ഞതാണ്, പ്രത്യേകിച്ച് ഒരു കുരുത്തക്കേടും കാണിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എനിക്ക് കൂടെ പോകുന്നത്. അങ്ങനെ പറഞ്ഞോ? ഞാനത് ഓർക്കുന്നില്ല.
വലിയ ഹൊറർ മജീഷ്യനായിട്ടുള്ള സാമ്രാജ്യം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ആര് തമാശക്ക് പറഞ്ഞായിരിക്കും അല്ലേ? എന്തോ അത് തമാശക്ക് പറഞ്ഞായിരിക്കാം. തമാശക്ക് പറഞ്ഞു എല്ലാ എവിടെ പ്രോഗ്രാമിന് പോയാലും വെറുതെ പോലും. പക്ഷെ താങ്കൾക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, താങ്കൾ പറഞ്ഞതില് ഭാര്യ കൂടെ കൊണ്ട് താങ്കൾ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സപ്പോർട്ടാണ് എല്ലാ രീതിയിലും. കാരണം മാജിക്കിന്റെ എല്ലാ തലങ്ങളിലും താങ്കളുടെ വസ്ത്രം പോലും ഭാര്യ ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തെല്ലാം അദ്ദേഹമാണ്. പിന്നെ അതുമല്ല എവിടെ പോയെന്ന് പറയാൻ ഞാൻ ചെറിയൊരു ട്രൂപ്പ് അല്ല എൻ്റേത്, 30-35 പേരുള്ള വലിയ ട്രൂപ്പാണ്. ഇതിനെല്ലാം ഇത്രയും ടീം അംഗങ്ങളെ മേയിക്കുക എന്ന് പറഞ്ഞാൽ, എന്നെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. ഭാര്യയാണ് ചീഫ് കോർഡിനേറ്റർ. തീർച്ചയായിട്ടും സ്റ്റേജിലാന്നേ തന്നെ കംപ്ലീറ്റ് കോർഡിനേഷൻ എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ താങ്കളുടെ മാജിക്കിന്റെ ഒരു വിജയരഹസ്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വിജയരഹസ്യം തന്നെയാണ്. യാതൊരു സംശയമില്ല, ഭാര്യ തന്നെയാണ് സത്യം. ഭാര്യ ഇല്ലാതെ സാമ്രാജ്യം ഇല്ല. ഇപ്പോഴത് അങ്ങനെ തോന്നുന്നത് അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് സത്യം. ഇനി അതിൽ നിന്ന് വേറൊരു മോചനമില്ല. അതാണല്ലോ, അങ്ങനെ ആവണമല്ലോ. വരട്ടെ എന്നാൽ. ഞാൻ മേരി, സാമ്രാജിന്റെ വൈഫ്. മാജിക്കിനോടൊപ്പം തന്നെ സാമ്രാജ് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ കെയറും സപ്പോർട്ടും തരുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് മാജിക്കിലും പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇപ്പം എന്തെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നോ അത് തന്നെ കിട്ടിയാൽ മതി. ഒന്നും അധികമായിട്ട് തരേണ്ടതില്ല. ഒന്നുമില്ല, ഇതുപോലെ അങ്ങ് പോകണം. താങ്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ഭാര്യ തരുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തിരുന്നു. പക്ഷേ ഭാര്യ സപ്പോർട്ട് ചെയ്തില്ല. കല്യാണത്തോടുകൂടി എല്ലാം നശിച്ചു. എല്ലായിടത്തോടുകൂടി മാജിക്ക് പോയി, മാജിക്ക് നിർത്തിയിരുന്നു കംപ്ലീറ്റ്. അതോടുകൂടി അങ്ങനെ ഒരു കലാകാരൻ്റെ, ഒരു അനുഗ്രഹീത കലാകാരനാണ് ഞാൻ. എന്നെക്കാൾ വളരെ സീനിയർ മോസ്റ്റ് ഒരാളാണ്, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കല്യാണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് കലാജീവിതം നഷ്ടപ്പെട്ടു. ഇല്ല, അങ്ങനെയുണ്ട്, അറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് തീർത്തും എൻ്റെ ഈ കലാജീവിതത്തിലുള്ള വരവ്, വിജയം എല്ലാം ഭാര്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ മേരിയെ താങ്കൾ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ സോഫിയിൽ താങ്കൾ ഇരിക്കില്ലായിരുന്നു. അത് അത്രമാത്രം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രമാത്രം ക്രെഡിറ്റ് ഭാര്യയ്ക്ക് കൊടുക്കില്ല. ഇല്ലില്ല, ഒരുപക്ഷെ ഇതിലും കഴിവുള്ള ഒരാൾ വന്നിരുന്നെങ്കിലോ. ആഗ്രഹമായിട്ട് അടക്കമാണ്. ഇതിലും കൂടുതൽ ആത്മാർത്ഥ ഒരാൾ വന്നിരുന്നെങ്കിലോ, അങ്ങനെ ചോദ്യമുണ്ട്. പക്ഷെ സോ ഫാർ സോ ഗുഡ്, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ചില്ല, അപ്പൊ അങ്ങനെ ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ടോ? എനിക്കറിയാം അടുത്ത ചോദ്യം ബിട്ടാസിന്റെ അതായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ല, ചോദ്യം അതിനൊപ്പം പറയുന്നില്ല. സാമ്രാജ്യം, നമുക്കൊരു ചെറിയൊരു കൊച്ചൈറ്റം, ഒരുപക്ഷെ ഈ സംസാരത്തിനിടയിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഉദ്യോഗം ഒന്നും കൂടി കാത്തുസൂക്ഷിക്കും. ഓക്കെ, ആരംഭിച്ചു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ മനോഹരമായ ഒരു ഐറ്റം. ഇതെന്താണിത്? ജസ്റ്റ് ആസ് എ ബേസ്. ഓൾറൈറ്റ്, നോക്കുക. ഇത് ശൂന്യമാണ്, ഒന്നുമില്ല, ഒന്നും കാണാൻ സാധിക്കുന്നില്ല, ഒന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ വെക്കുന്നു. ഓൾറൈറ്റ്, അതിനുശേഷം സൂക്ഷിച്ച് നോക്കിക്കൊള്ളുക. ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലവർ ഇങ്ങനെ ഇട്ടു, ഒരു ഫ്ലവർ നട്ടിരിക്കുകയാണ്. റിയൽ മാജിക് ഹാപ്പൻസ്. ഓം ക്രീം ലൈറ്റ്. യെസ്, കം ഓൺ. ഒന്ന് മാറി. Thank you very much. That's it. It's a beautiful flower. ഹൊററിനെ കുറിച്ച് പറയുമ്പോൾ താങ്കളാണ് ഈ ഹൊററിന്റെ ഒരു പ്രതീകമായിട്ട് ഒരുപക്ഷെ മലയാളികൾ കാണുന്ന ഒരാൾ. പിന്നെ കേരളത്തിൽ അങ്ങനെ ഹൊറർ ഫിലിംസ് ഒന്നുമില്ല ആക്ച്വലി. ഇപ്പം ഈ പറഞ്ഞ ഹോളിവുഡിലൊക്കെ ഉള്ള പോലത്തെ ഈ ഹൊറർ ഫിലിംസ് ഇല്ല. ഇവിടെയുള്ള അപൂർവം ഹൊററിന്റെ പ്രതീകം എന്നൊക്കെ പറയുന്നത് താങ്കളെ പോലുള്ള ആൾക്കാരുടെ ഈ മാജിക് സംഭവങ്ങളാണ്. മറ്റ് മജീഷ്യൻസും ഉണ്ട്, പക്ഷെ നിങ്ങളും മറ്റ് മജീഷ്യൻസ് തമ്മിലൊക്കെ ഭയങ്കര സംഘർഷവും ഘോരം വഴക്കുകളുമാണെന്നൊക്കെ ഉള്ള ഇംപ്രഷൻസ് മാധ്യമപ്രവർത്തകർ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഉണ്ടോ? അങ്ങനൊന്നും ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. പണ്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മാധ്യമ സൃഷ്ടിയായിരുന്നു അല്ലോ അർത്ഥം. അങ്ങനെ പത്രത്തിൽ കുറെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, എല്ലാം മംഗളം. ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ. മജീഷ്യൻ സാമ്രാജിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാജിക്കിനോടുള്ള ഡെഡിക്കേഷനെ കുറിച്ച്, പാഷനെ കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്.
പൊതുജനത്തിന്റെ കാഴ്ചപ്പാട് ഒരു പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് സാമ്രാജിന് വിരുദ്ധമായിട്ട് പലതും പറയുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അത് എങ്ങനെയോ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ധാരണയാണ്. ഞാനും സാമ്രാജും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നിരന്തരം ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്, നേരിട്ട് കാണാറുണ്ട്, ആശയങ്ങൾ കൈമാറാറുണ്ട്. ഞാൻ സാമ്രാജിനെ കൂടുതൽ സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും അദ്ദേഹം വേറിട്ട ഒരു പാത മാജിക്കിൽ വെട്ടി തുറന്നു എന്നുള്ളതിന്റെ പേരിലാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിന്റെ വൈരുദ്ധ്യമാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഏതൊരു മേഖലയിലും ആവുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് യു ആർ യുണീക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കലാകാരനും അവൻ്റെതായിട്ടുള്ള വഴി നമുക്കുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു വഴിയല്ല സാമ്രാജിൻ്റെ വഴി എന്ന് പറയുന്നത്. ഞാൻ വേറൊരു രീതിയിൽ വേറൊരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പക്ഷേ സാമ്രാജ് വേറൊരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാഴ്ചപ്പാടുകൾ വൈവിധ്യമാണ്, വൈവിധ്യമായിരിക്കണം, അതാണല്ലോ കാര്യം. നമ്മൾ കലാകാരന്മാർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ഓരോ കലയ്ക്കും ഓരോ രീതിയുണ്ട്. അതുപോലെ തന്നെ മാജിക്കിനും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഹൊറർ മാജിക്കുകളുണ്ട്, കോമഡി മാജിക്കുകളുണ്ട്, റൊമാൻറ്റിക് ടൈപ്പ് മാജിക്കുകളുണ്ട്. ഇതിനകത്ത് ഹൊറർ മാജിക് എന്ന് പറയുന്ന വിഭാഗം കൈകാര്യം ചെയ്ത് അതിനകത്ത് വളരെ സമർത്ഥമായി ജാലവിദ്യകൾ അവതരിപ്പിച്ച് ആളുകളെ അമ്പരപ്പിച്ച് ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കലാകാരന്, സാമ്രാജ് എന്ന് പറയുന്ന മാന്ത്രിക രംഗത്തെ എൻ്റെ സഹോദരന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ കലാകാരന്മാർ മാത്രമല്ല, നല്ല നയനന്ത്ര നൈപുണ്യമുള്ള ആൾക്കാർ കൂടിയ. അതല്ല, ഒരു സത്യം പറയുന്നത് ഇപ്പം ഇത് കേട്ടപ്പോഴേ എനിക്ക് പറയാൻ തോന്നുന്നത്, മുതുകാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുതുകാട്. തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിലെ വാർത്ത നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറയപ്പെടുന്ന ആ സ്പർദ്ധയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു പാരവെപ്പുകാരനായിട്ട് വേണമെങ്കിൽ അന്ന് അറിയപ്പെട്ടിരുന്നു. അതെല്ലാം അതിന് ഉത്തരങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയം തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കാരണം സത്യത്തിൽ അതുണ്ടാവണമല്ലോ, ഉണ്ടാവണം. അദ്ദേഹം ചിന്തിക്കുന്ന രീതി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റികൾ. ഒരു കാര്യം തീർച്ചയാണ് ഞാൻ അഭിമാനത്തോട് പറയാൻ, ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി എൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് അദ്ദേഹം. ഡെഡിക്കേഷൻ ഭയങ്കരമാണ് ഇദ്ദേഹത്തിൻ്റെ. ഓക്കെ, ഏതൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അത് ഏത് വഴിയിലും അതായത് നോക്കില്ല, നടന്നിരിക്കും. ടൈം ബന്ധിതമായിട്ട് അത് നടന്നിരിക്കും എന്നുള്ള എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തെ ഒത്തിരിയും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിത് പറയുമ്പോഴും നിങ്ങൾ കാരണം അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങൾ പറയുന്നത് കളവാണെന്ന് ഞാൻ ഈ സ്റ്റോറിയിലൂടെ സ്ഥിരീകരിക്കും. ഫയർ എസ്കേപ്പ് നടത്താൻ ഒരുങ്ങുന്നതിനെതിരെയാണ് മജീഷ്യൻ സാമ്രാജ് എറണാകുളത്ത് മൊബൈൽ മോർച്ചറിക്കുള്ളിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ജനങ്ങളുടെയും മറ്റ് മജീഷ്യന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു സാമ്രാജ് മൊബൈൽ മോർച്ചറിക്കുള്ളിൽ പ്രവേശിച്ചത്. പിന്നീട് റീത്തുകൊണ്ട് അലങ്കരിച്ച വാഹനത്തിൽ നഗരപ്രദക്ഷിണം നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. സാമ്രാജ് കിടന്ന മൊബൈൽ മോർച്ചറിയും വഹിച്ചുള്ള വാഹനം മറൈൻ ഡ്രൈവ് കവാടത്തിൽ തടഞ്ഞ പോലീസ് സാമ്രാജിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറൈൻ ഡ്രൈവിൽ മാജിക് കാണിക്കാൻ മാത്രമാണ് സാമ്രാജ് അനുമതി വാങ്ങിയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യാ ശ്രമത്തിന് മജീഷിന്റെ പേരിൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സാമ്രാജ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്റ്റോറി പരിപൂർണമായിട്ട് ഞാൻ കാണിച്ചു. യെസ്, വാട്ട് ഐ ഡിഡ് ഈസ് റൈറ്റ്. ഞാൻ എന്ത് ചെയ്തത് കറക്റ്റാണ്. കാരണം ഇത് ഞങ്ങൾ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല, ആശയപരമായിട്ടുള്ള പ്രശ്നമാണ്. അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ മോഹൻലാൽ, ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ, ഇത് ഡേഞ്ചറസ് ആക്ട് ആണ്. നിങ്ങൾ ആദ്യം പറഞ്ഞു മുതുകാട് എന്നുള്ള വ്യക്തി ഒരു കാര്യം തീരുമാനിച്ച് നടന്നിരിക്കും, ആ നിശ്ചയദാർഢ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു മുതുകാട് തീരുമാനിച്ചൊരു കാര്യം നിങ്ങളായിട്ട് പോയിട്ട് പാര വെച്ച് അത് മുടക്കി കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു. അപ്പം പ്രേക്ഷകർ വിചാരിക്കും ജോൺ ബ്രിട്ടാസ് കളവ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളെ തന്നെ അവിടെ കാണിച്ചു വന്നു. നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ ചെറുതല്ല. ഈ പരിപാടിക്ക് പാര വെക്കാൻ മൊബൈൽ മോർച്ചറിയും കൊണ്ടുവന്നത്. ഉത്തരം വെരി സിമ്പിൾ. പറയൂ. ഞാൻ ഇതിന് തുടക്കം കുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പിറകിൽ ഇത്രമാത്രം ഈ തീ ആളിക്കത്തിക്കാൻ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് അടങ്ങുന്ന ഒരു മാധ്യമ വലയം വൃന്ദം, അവരാണ് ഇതിന്റെ എല്ലാ പിറകിൽ. സാമ്രാജ്, നിങ്ങൾ ക്യാമറകൾ നോക്കിയാണ് ആ പരിപാടി നടത്തിയത്. ആ പരിപാടിക്ക് ശേഷവും നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നു സംസാരിച്ചു. ക്യാമറയായിരുന്നു നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും. ആ ക്യാമറയിലൂടെയാണ് താങ്കളുടെ ലക്ഷ്യം നിറവേറ്റുകയും ചെയ്തത്. അതുകൊണ്ടാണ് മോഹൻലാൽ ആ പരിപാടിയിൽ നിന്ന് പിന്മാകരുത്. പക്ഷേ ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ മാധ്യമങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇത് കത്തിപ്പടർത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ
ആ ലക്ഷ്യം സാധ്യമാകില്ലായിരുന്നു. അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോ മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നമല്ലേ? ഇല്ലല്ല, അതിന്റെ പ്രവർത്തിച്ച ഇതിന്റെ ഇത്രമാത്രം ഇതാളി കത്താൻ കാര്യം മാധ്യമമാണ്. തീർച്ചയായിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും വരില്ല. പക്ഷെ ശരിക്കും ഞാനിത് ഒന്ന് തൊടുത്തി വിട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആളി കത്തിപ്പോയി, സത്യം പറയാം. ഇതിന്റെ പുറകിൽ താങ്കൾക്ക് സംതൃപ്തി തോന്നിയില്ലേ? അതായത് താങ്കളെ ഈ ഒരു പരിപാടിക്ക് ശേഷം മോഹൻലാൽ പിന്മാറിയപ്പോൾ താങ്കൾക്ക് ഒരു എവറസ്റ്റ് കീഴടക്കി ഒരു ഇതെന്റെ കഴിവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ആത്മസംതൃപ്തി ഇല്ല. ഇത് കത്തി പടർന്നുപോയി, ഇത് വലുതായി, കയ്യിൽ നിന്ന് വിട്ടുപോയതാണോ? എന്റെ ഇമാജിനേഷൻ അപ്പുറം ഇത് വളർന്നുപോയി. ഇതിപ്പം അവൻ നിങ്ങൾ വിചാരിക്കാത്ത വിജയം അതിലുണ്ടായി. സത്യം വിജയന്തൻ ഞാൻ ഉദ്ദേശിച്ചു അദ്ദേഹം അത് ചെയ്യരുന്ന്, ശ്രീ മോഹൻലാൽ അത് ചെയ്യരുന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തായാലും മുതുകാട് ഇവിടെ വന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ കഴിവിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും. മുതുകാട് എന്നുള്ള വ്യക്തിയിൽ താങ്കൾക്ക് പരിപൂർണ്ണ വിശ്വാസമില്ല? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്ന മുതുകാട് ഒരു മാജിക് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ താങ്കൾ അദ്ദേഹത്തിന് അവിശ്വസിച്ചതിനാണ്? എല്ലാം അദ്ദേഹം ചെയ്യുന്ന 100% ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊരു പാളിച്ച പറ്റി മോഹൻലാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട്? കുശുമ്പായിരുന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ പലരും എഴുതി സാമ്രാജ്യന്റെ അസൂയല്ലേ എന്നുള്ളത്. സത്യത്തിൽ അതല്ല. സാമ്രാജ്യ കുശുമ്പില്ലേ? കുറച്ച് ഇല്ല, അസൂയയില്ല. പക്ഷെ എനിക്ക് അദ്ദേഹം മോഹൻലാൽ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട നടനാണ്, മൈ ഹീറോയാണ്. ഇദ്ദേഹം ഇതുപോലെ ഒരു റിസ്കി ഇനം അവതരിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എന്തിനു വേണ്ടി ചെയ്യുന്നു? അതാണ് അടുത്ത ചോദ്യം. നമ്മള് നിഷ്കളങ്കത, അതുപോലെ തന്നെ ആത്മാർത്ഥത, ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രതീകമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു അച്ഛനൊരു കുട്ടിയെ മുകളിലേക്ക് എറിയുന്നു. ആ കുട്ടിക്ക് ഒരു പേടിയില്ല. എന്താ പറഞ്ഞാൽ ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് അറിയാം ആ കുട്ടി അച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ പോലെ കഴിവുള്ള നൈപുണ്യമുള്ള ഒരു മജീഷ്യൻ ഒരു പരിപാടിക്ക് ഒരാളെ സജ്ജമാക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം സുരക്ഷിതനാണെന്ന്. രണ്ടുപേർക്കും ആ സുരക്ഷിതത്വ ബോധമുണ്ട്, ഉറപ്പുണ്ട്, ധാരണയുണ്ട്. മൂന്നാമതൊരാൾക്ക് എന്താണ് പ്രശ്നം? അല്ല മാജിക്കിൽ അപകടം പതിയിരിപ്പുണ്ട്. ഒത്തിരി എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും. ഒന്നും വേണ്ട, പന്തളത്ത് കുളനടയില് ഇതേ പോലൊരിനം അവതരിപ്പിച്ചപ്പോൾ ഒരു മലയിൽ മസ്താൻ എന്ന് പറഞ്ഞൊരു മാന്ത്രികൻ വെന്ത് അല്ലെ. ഒരു പക്ഷെ താങ്കളുടെ വാദഗതിയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർക്ക് കൊടുത്ത ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. താങ്കൾക്കൊരു ജാമ്യം തരാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ടാണ്. What accurately represented the trick. It was truly a dangerous bit of sorcery, meant to be attempted by master magicians only. Arendo's task was to free himself from the straitjacket before a candle flame burned through a rope which was holding the spikes of death. The spikes consisted of 6 lethal steel daggers embedded in an 80-pound iron drum. He had approximately 15 seconds in which to escape before the daggers smashed into his skull. കണ്ടില്ലേ, സ്വന്തം ഭാര്യ തന്നെയാണ് ഈ മാന്ത്രികനെ അദ്ദേഹം ആശ്രയിച്ച് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ഇതിലെന്ത് സംഭവിച്ചു? അത്ര കോൺഫിഡൻസ് ആ ഭാര്യയ്ക്കുണ്ടായിരുന്നു, ഭർത്താവ് ഇതിന്ന് രക്ഷപ്പെടുമെന്നുള്ളത്. ഭാര്യ തീ കത്തിച്ചിട്ട് നേരെ പോവുകയാണ്, ഒന്നും നോക്കുന്നില്ല, രക്ഷപ്പെട്ടു വരുമല്ലോ, ഇതാണ് ഇത്. പക്ഷെ സംഭവിച്ചത് 15 സെക്കൻഡുകൾക്കുള്ളിൽ അവകാശപ്പെട്ട വെളിയിടാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി. ഇത് ജസ്റ്റ് ഒരു കണക്കൂട്ടൽ മാത്രമാണ്. മോഹൻലാൽ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിക്കേണ്ട ഒരാളല്ല. മറ്റൊന്ന്, അദ്ദേഹം ഉത്സവപ്പറമ്പിൽ പോകുന്ന നാളെ ചെട്ടോളങ്കര അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഈ മരണക്കിണറുണ്ട്. ഒരു മരണക്കിണറിനകത്ത് 2 കാറ് 4 മോട്ടോർ ബൈക്കൊക്കെ ഇങ്ങനെ കറങ്ങി ഇതെല്ലാം. ഇത് കണ്ടിട്ട് മോഹൻലാൽ ആശ്ചര്യപ്പെടുന്നു, അതിശയപ്പെടുന്നു. എന്നാൽ അതിൻ്റെ നടത്തിപ്പുകാരനെ വിളിച്ചിട്ട് പറയാം, എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ചെയ്യാൻ താല്പര്യപ്പെടുമോ? പെടും. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എനിക്കൊരു ചോദ്യം, മോഹൻലാൽ പൊട്ടനാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു അബദ്ധം ആർക്കും വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ മോഹൻലാൽ നൈമിഷികമായി എടുത്ത തീരുമാനമാണോ? മോഹൻലാൽ എത്രയോ ദിവസം ആലോചിച്ച് ഉറപ്പിച്ച് തന്റെ ജീവനെക്കുറിച്ചും തന്റെ സുരക്ഷത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാക്കി എടുത്തൊരു തീരുമാനമല്ലേ? ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, ഫയർ എസ്കേപ്പ് ആക്ട്. അതായത് മോഹൻലാൽ ആണ് ചെയ്യുന്നെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വരും. അവിടെ വന്ന് കാത്തു നിൽക്കുമ്പോഴാണ്, അതായത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നു. ഏകദേശം 50ഓളം സഹായികൾ ഇതിന് വേണം.
ഇതിലേതെങ്കിലും ഒരു സഹായിയായിരിക്കും തീ കത്തിക്കുന്നത്. ഇത്ര 30ാമത്തെ മിനിറ്റിൽ സെക്കൻഡ്സിൽ തീ കത്തിക്കണമെന്ന് പറയുന്നു. ഒരാളെ ഏൽപ്പിക്കുന്നത്, അതൊരു മനുഷ്യനാണ്. 30ാമത്തെ സെക്കൻഡ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 30-ന് പകരം 15ാമത്തെ സെക്കൻഡിൽ ബൈ മിസ്റ്റേക്കിൽ തീ കത്തിച്ചാൽ അദ്ദേഹം ഇതിന് ചങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന് മുമ്പ് തന്നെ അഗ്നിക്കിരയാകേണ്ടി വരും. പക്ഷെ ലാസ്റ്റിൽ എന്തായിരിക്കും അദ്ദേഹം പറയുന്നത്? സോറി, ഇറ്റ്സ് ഹാപ്പൻസ്. ഒറ്റ ചോദ്യം സാംരാജ്, മോഹൻലാലിന് പകരം വേറൊരാളായിരുന്നെങ്കിൽ താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു? ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം മോഹൻലാൽ മലയാളത്തിന്റെ അഭിമാനമാണ്. താങ്കൾക്ക് അവിടെ ജീവന്റെ വില എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥാനമഹിമയായി ബന്ധപ്പെട്ടാണ്. അല്ല, നാച്ചുറലി ഞാനിതിപ്പോ അല്ല എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അത് നുണയാണത്. ഞാൻ ഒരു വിഷയം കാണിച്ചു. ഈ ഫയർ എസ്കേപ്പിന് വിധേയം വന്ന ആരാണ്? ഞാൻ തന്നെയാണ്. പക്ഷെ എന്റെ വൈഫും ഉണ്ട്. ഞങ്ങൾ ജോയിന്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യം. ഇതിൽ രക്ഷപ്പെട്ട് ഞങ്ങൾ വെളിയിൽ വന്നു. അഥവാ ഞാൻ ഓർഗനൈസ് ചെയ്തൊരു പരിപാടി എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, അറിഞ്ഞോ സാമ്രാജ് മരിച്ചുപോയി, ഇത്രേ ഉള്ളൂ. സാമ്രാജിന് അതേ സമയത്ത് മോഹൻലാലിന് പറ്റിയാലോ? സാമ്രാജിന് നിഷ്കളങ്കയായിട്ടുള്ള ഭാര്യയെ താങ്കൾക്ക് ഇതിന് വിധേയമാക്കാൻ എന്ത് അധികാരമാണ് താങ്കൾക്കുള്ളത്? ഞാൻ ഈ പ്രോഗ്രാം പ്ലാൻ പറഞ്ഞപ്പോ ശരിയാ, അതാണ് ഞാനിവിടെ വരുന്നത്. അത്ര താല്പര്യം ഞങ്ങൾ തമ്മില്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏത് കാര്യത്തിനും എന്നോടൊപ്പം ഇറങ്ങിത്തിരിക്കാനും വന്നോളാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്തായാലും സാമ്രാജ്, ഞാൻ അതിനെക്കുറിച്ച് അധികം നമ്മൾ ആരോ പറഞ്ഞ പോലെ പരാമർശിക്കുന്നില്ല. ഒരുപാട് നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും ആ ഒരു അധ്യായം തിരിഞ്ഞു നോക്കുമ്പോൾ സാമ്രാജിന് ആ അധ്യായം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. സാമ്രാജ് നല്ലൊരു വിശ്വാസിയാണ്, ദൈവഭക്തനാണ്, ദൈവ ഭയമുള്ള ആളാണ്. ഹൊറർ ചെയ്യുമെങ്കിൽ പോലും ദൈവത്തിന് മുമ്പിൽ താങ്കൾക്ക് ഭയങ്കര ഭയപ്പാടുള്ള ആളാണ്, സത്യവിശ്വാസിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴുള്ള താങ്കൾ ഇപ്പം കാണിക്കുന്ന മെയ്വഴക്കവും വൈദഗ്ധ്യവും നയചാതുര്യമൊക്കെ ഒന്ന് അല്പനേരത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട്, ഒന്ന് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഒന്ന് പിന്നോട്ട് ഒന്ന് ആലോചിക്കുമ്പോൾ ആ ഫയർ എസ്കേപ്പും മോഹൻലാലും മുതുകാടും അങ്ങനെ ആയിരുന്നോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് ഞാൻ ഒന്നും കൂടി ചോദിച്ചാൽ താങ്കൾ എന്നുള്ള ദൈവഭക്തൻ എന്തായിരിക്കും മറുപടി പറയുക? ഇത് ശരിക്കും സാമ്രാജിന്റെ മാത്രമൊരു അഭിപ്രായമല്ലായിരുന്നു. ഏകദേശം 300ഓളം മാന്ത്രികരുടെ പുറകില് അവരുടെ വികാരം കൂടെ ആയിരുന്നു. ഏതായാലും സംഭവിച്ചു പോയി. ഇതൊരു അടഞ്ഞ അധ്യായം, അതിന് ഉത്തരവില്ല. സത്യത്തിൽ ചിലപ്പോൾ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ പണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാനടൻ ജയൻ ഉണ്ടായിരുന്നു. ജയൻ എല്ലാ അത്ഭുതങ്ങളും കാണിക്കുമായിരുന്നു. ഹെലികോപ്റ്ററിൽ ഞാൻ കിടന്ന് അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചു. പക്ഷെ സംഭവിച്ചു പോയി. അദ്ദേഹം ആ കാലത്തിൽ, അന്ന് ഞാൻ ചോദിക്കാൻ, സാമ്രാജിനെ പോലെ ഒരാൾ അദ്ദേഹത്തെ അതിന് പിന്തിരിപ്പിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ മഹാനടൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നേനെയും. എല്ലാം കണ്ടിരുന്ന് നമ്മൾ ഇങ്ങനെ കൈ കെട്ടി നോക്കിയിരിക്കാൻ. ഒരു സെക്കൻഡ് എനിക്ക് മനസ്സിലാകത്ത്, എനിക്കകത്ത് ഒരു പക്ഷെ ഞാനവിടെ ആ ചോദ്യം നിർത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ജയൻ എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഡൂപ്പിനെ വെച്ച് അഭിനയിപ്പിക്കാമായിരുന്നു, ഒരു റോളായിരുന്നു. അതെന്ന് പറഞ്ഞാൽ മറ്റ് യാതൊരുവിധ വ്യാകരണങ്ങളും അവിടെ ഇല്ലാത്ത ഒരു സംഭവം, സംവിധാനങ്ങളോ സന്നാഹങ്ങളോ ഒന്നുമില്ല. ഒരു അഭിനയം, അതിൻ്റെ സംഭവം, അതിൽ ഒറിജിനലായിട്ടുള്ള മാജിക് എന്ന് പറഞ്ഞ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഒരു മേക്ക് ബിലീഫായിട്ട് സംഭവമാണ്. അതായത് വേറെ ഒരുപാട് പിന്നാമ്പുറത്ത്, ഇപ്പം താങ്കൾ ഇപ്പോൾ അസ്ഥികൂടമായിട്ട് കണ്ടു, അസ്ഥികൂടം ഡ്രാക്കുളയായി വന്നു. അപ്പം ഇന്ദ്രജാലത്തിന് അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അത് ഞങ്ങളുടെ കണ്ണുകളിൽ അത് കാണുന്നില്ലെങ്കിലും മുതുകാടും അതുപോലെ തന്നെ മോഹൻലാലും ഒരുപക്ഷെ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. ഒരു മജീഷ്യൻ്റെ ഒരു ആഭ്യന്തര തയ്യാറെടുപ്പുകൾ താങ്കൾ ചോദ്യം ചെയ്യുന്നത് പോലെ ആവില്ലേ അത് താങ്കൾ ജയനുമായിട്ട് ഇണക്കുമ്പോൾ? എന്തോ ഞാൻ അവിടെ നിർത്താം. എന്ന കാരണത്തിൽ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, താങ്കളൊരു ദൈവഭക്തനായതുകൊണ്ട് തന്നെ താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുമ്പസാരിക്കാനൊരവസരം ഞാൻ തരികയാണ്. ഒരു കുമ്പസാരത്തിന് താങ്കളെ വിധേയമാക്കുകയാണെങ്കിൽ താങ്കൾ ചെയ്തത് നല്ലതാണോ തെറ്റാണോ ശരിയാണോ ഉത്തമമാണോ എന്ന് ചോദിച്ചാൽ
എനിക്ക് രണ്ട് മനസ്സാണ് ഉള്ളത്. ഒന്ന്, അന്ന് മാജിക്കിന്റെ വിജയത്തിന് വേണ്ടി, മാജിക് എന്ന കലയുടെ വിജയത്തിന് വേണ്ടി എനിക്കത് ചെയ്യണമായിരുന്നു. അത് എൻ്റെ മാത്രം ഇതല്ല, 100-300 മാന്ത്രികരുടെ ഒരു സപ്പോർട്ടായിരുന്നു എൻ്റെ അവരുടെ ആവശ്യമായിരുന്നത്. നമ്പർ 2, മുതുകാട് എന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു നഷ്ടപ്പെട്ടു പോയത്, അത് നടക്കാതെ പോയത്. അതിൽ ആത്മാർത്ഥമായിട്ടൊരു വിഷമമുണ്ട് എനിക്ക്. എന്താ ചെയ്ത് രണ്ടിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ. നമസ്കാരം സാർ. മാജിക്കിൻ്റെ ഒരു മഹാവിസ്മയമാണ് ഇന്ന് സാമ്രാജ്. മാന്ത്രിക ലോകത്തെ ഒരു ഇതിഹാസം എന്ന് വേണമെങ്കിലും സാറിനെ വിശേഷിപ്പിക്കാം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മാന്ത്രിക അംഗീകാരമായ മെർലിൻ അവാർഡ് പോലും ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ സാറിന് സാധിച്ചത് തീർച്ചയായിട്ടും സാർ തിരഞ്ഞെടുത്ത ഈ ഹൊറർ മാജിക്കിലൂടെ തന്നെയാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുന്ന കണ്ണും രൂപവും ഭാവവും ശബ്ദവും എല്ലാം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ മനുഷ്യരെ കയ്യിലെടുക്കുന്ന, മനസ്സുകളെ വിസ്മയിപ്പിക്കുന്ന ഈ മാജിക്ക് സാറിന് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്? അവരുടെ മനസ്സുകളിലേക്ക് എങ്ങനെയാണ് സാറിന് എത്തുവാൻ സാധിച്ചത്? ഒരു ചോദ്യമാണ് സാമ്രാജിന്റെ ചിരി ഒരു ക്ലാസിക് ചിരിയാണ് ഈ ഹൊറർ മാജിക്കിന്റെ സമയത്ത്. ആ ഒരു അന്നേരത്തെ ആ അന്തരീക്ഷവുമായിട്ട് ജെല്ലിയുന്നത് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന, അരിച്ചിറങ്ങുന്ന ഭീതിയെ കുറച്ചും കൂടി ഒന്ന് ഉത്തേജിപ്പിക്കുന്നു. എൻ്റെ കൺസെപ്റ്റിൽ മാജിക് എന്ന് പറഞ്ഞാൽ ഒരു ഭയാനകമായിട്ടുള്ള സംഭവമായിരിക്കണം, ദുരൂഹത ആയിരിക്കണം. കാരണം അതാണ് ശരിക്കും പണ്ടത്തെ മാജിക്കുകളല്ല, അതായിരുന്നു ആനയെ അപ്രത്യക്ഷമാക്കുക. ആദ്യം ഭയമാണ്. ആന അല്ലാതെ എന്തെങ്കിലും കച്ചിത്തുറു കൊണ്ടുവച്ച് വാനിഷ് ആക്കാം, നമുക്ക് ഒരു ലോറി അപ്രത്യക്ഷമാക്കാം. പക്ഷെ അതല്ല, ആന സ്റ്റേജിൽ വരിക എന്ന് പറഞ്ഞാൽ ആദ്യം ഭയം, പിന്നെ അപ്രത്യക്ഷമായി കഴിയുമ്പം വിസ്മയം. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് അവിടെ പ്രോഗ്രാം ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് ഭയം തന്നെയാണ്. എനിക്ക് എൻ്റെ സ്റ്റൈൽ, എൻ്റെ മനസ്സിൽ അതാണോ ഏറ്റവും മികച്ച മാജിക് എന്ന് ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷെ എൻ്റെ സ്റ്റൈൽ, താങ്കളുടെ സ്റ്റൈൽ അതാണ്. പക്ഷെ മാജിക്കിൽ താങ്കൾ പറഞ്ഞു ആദ്യം തന്നെ മാജിക്കിൽ സൃഷ്ടിക്കപ്പെടേണ്ടത് വിസ്മയത്തെക്കാൾ പ്രധാനം ആദ്യം വരേണ്ട വികാരം ഭയമാണെന്ന്. അപ്പം ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാജിക് എന്ന് പറയുന്നത് ഭയവും വിസ്മയം കൂടി ചേരേണ്ടതല്ലേ? അതാണ് ഞാൻ ചെയ്യുന്നത്. അതെ, അതാണ് കൂടുതൽ എഫക്റ്റീവ് ആകുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. മറ്റ് കോമഡി മാജിക്കുകളുണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള കോമഡി മാജിക് ഉണ്ട്, അല്ല കഞ്ചൂരിങ്. പക്ഷെ താങ്കൾക്ക് ഈ പറഞ്ഞ യഥാർത്ഥ അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു പരിധി വരെ അത് വിജയിച്ചു എന്ന് വേണം ഞാൻ പറയാം. ഹൊററാണോ മാജിക്? എന്നെ സംബന്ധിച്ച് അതാണ് എനിക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്തത്. കാരണം ഈ ചെറിയ സമയം കൊണ്ട്, അതായത് ഞാൻ നാട്ടിൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഇവിടെ പ്രൊഫഷൻ സ്റ്റൈലിലേക്ക് വന്നിട്ട് ഒരു 10-15 വർഷമായി, 20 വർഷമായി നാട്ടിൽ വന്നിട്ട്. ഈ 20 വർഷം, ഈ 20 വർഷക്കാലം കൊണ്ട് ജനങ്ങൾ എന്നെ ശ്രദ്ധിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ വിജയിച്ചു എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ഇവരൊക്കെ പറയുന്നില്ല, അങ്ങനെ ആണെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപക്ഷെ എന്റെ സ്റ്റൈലാവാം. തുടക്കകാലത്ത് ഇവിടെ നാട്ടിൽ വന്ന് പെർഫോം അല്ലെ ട്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പോലും പലരും, എൻ്റെ വെൽവിഷേഴ്സ് പലരും പറഞ്ഞു, സാമ്രാജ് ഈ ഹൊറർ ഇതൊക്കെ ഒന്ന് മാറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ ഹൊറർ ചെയ്തില്ല, ഒരു സ്റ്റൈൽ ചെയ്യുകയാണ്. പക്ഷെ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ജനങ്ങൾ. പക്ഷേ ഓർക്കുക, അവരുടെ വാക്ക് വിശ്വസിച്ച്, അവരെൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ അത് മാറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും മാജിക്കിന്റെ ഓസ്കാർ എന്ന് അവകാശപ്പെടുന്ന ഇന്റർനാഷണൽ മെർലിൻ അവാർഡ് എന്നെ തേടിയെത്തില്ല. വരട്ടെ, താങ്കൾക്ക് കിട്ടിയ അവാർഡിന്റെ ചില ഭാഗങ്ങൾ താങ്കൾക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണിത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്റ്റൈലിൽ തന്നെ ഉറച്ചു. സാമ്രാജ്, ഈ ഹൊറർ ഭരിക്കൂ എന്നറിയാൻ വേണ്ടിയിട്ട്, ഉദാഹരണം നമ്മളൊരു പ്രത്യേക സാധനം, നമ്മൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഒരു അഭിനയ മിഴിവ് നമ്മൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു നൃത്തം, അല്ലെങ്കിൽ ഒരു പെയിന്റിങ്, ഇതൊക്കെ നമ്മൾ അടുത്ത ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കും, ഇത് ക്ലിക്ക് ചെയ്യുമെന്നുള്ള അറിയാൻ വേണ്ടി. താങ്കളുടെ ഈ ഹൊറർ എങ്ങനെയാണ് ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് അറിയാൻ വേണ്ടി താങ്കൾ ആരെയാണ് ആദ്യം വിധേയമാക്കുന്നത്? ആരെ ഇരയാക്കുന്നത്? എൻ്റെ ഭാര്യയോട് തന്നെ എല്ലാം ഡിസ്കസ് ചെയ്യും ഞാൻ ഈ കാര്യങ്ങൾ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ, അല്ലെങ്കിൽ എൻ്റെ ടീമിലെ ഏറ്റവും പ്രധാനി ഉണ്ട്, എല്ലാ രഹസ്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നവരുടെ സത്യൻ എന്ന് പറയും. അദ്ദേഹം എന്നോടൊപ്പം 20 വർഷത്താൾ എന്നോട് സത്യനോട് ഡിസ്കസ് ചെയ്യും. പിന്നെ മറ്റ് ഏറ്റവും കൂടുതൽ അടുക്കെങ്കിലും ബാക്കിയുള്ള ടീമുകളെല്ലാം വിളിച്ചിട്ട് മീറ്റിംഗ് കിട്ടും. നമുക്കിത് പറ്റുമോ? പറ്റും. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ എല്ലാം സെറ്റ് ചെയ്യും, റിഹേഴ്സലിടും, ഇതെല്ലാം ചെയ്ത് ചെയ്യും. ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ വിജയ സാധ്യതയെ പറ്റിയല്ല. ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും റിഹേഴ്സലിടുമ്പോൾ പരാജയ സാധ്യത എന്തൊക്കെയാണെന്നുള്ളതാണ്. കാരണം മാജിക് മറ്റൊരു കലാരൂപം പോലെ അല്ല. ഓക്കെ,
അതായത് ഒരു കഥകളിയിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിന് മുദ്രകൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്തോ പറയും, ഓ മറ്റേ ഞങ്ങൾ പോയി കണ്ടിരുന്നു, അതിൽ ആ മുദ്രകൾക്ക് എന്തോ ഒരു ചെറിയ, അത് അത്ര ശരിയല്ല, ഇത് മാത്രമേ പറയുള്ളൂ. പക്ഷെ മാജിക്കിൽ ഒരു അബദ്ധം പറ്റിയാൽ, അല്ലെങ്കിൽ ഹൊറർ മാജിക്കിൽ അല്ലെ എസ്കേപ്പ് ആക്ടിൽ ഒരു അബദ്ധം പറ്റിയാൽ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്. ജീവൻ മാത്രമല്ല മൊത്തം ഷോ പൊളിച്ചു. ഷോ അതേപോലെ സ്റ്റേജിൽ ഓരോ ആയിട്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ ഒരബദ്ധം പറ്റിട്ട്, അതായത് എൻ്റെ കണക്കൂട്ടിലെ മെജോറിറ്റി ഇത് എൻജോയ് ചെയ്യുമെന്ന് മാത്രമല്ല, അവർ ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ചാൻസ് ടു, അതായത് ഒരു മിസ്റ്റേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്നാലേ മാത്രമേ അതൊക്കെ ഒരു രഹസ്യം മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ പല പ്രാവശ്യം താങ്കൾക്ക് കൂവും കല്ലറും കിട്ടിയിട്ടുണ്ടല്ലോ. ദുബായിലെ അത് സ്റ്റേജിൽ നിന്ന് താങ്കൾക്ക് തുരുതര ഏറ്. യെസ്, അതൊന്ന് എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിലുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെനിക്കൊരു അനുഭവം ഉൾക്കൊള്ളും. വലിയ പാഠമായിരുന്നു. അതൊരു പാഠമാണ്. കാരണം പലപ്പോഴും അതായത് അന്ന് ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഭാര്യയില്ല. അതാണ് കാര്യം. അതാണ് കാര്യം. സെറ്റിംഗ്. കാരണം അന്ന് എനിക്ക് അവസരത്തിന് വേണ്ടി ഓടി നടന്നതാണ്. അന്ന് ഇന്ത്യൻ അസോസിയേഷനിലെ ദുബായ് ഇന്ത്യൻ അസോസിയേഷനിലാണ് ഫസ്റ്റ് പ്രോഗ്രാം. ഞാൻ അറിഞ്ഞു അവിടെ ഒരു മാജിക് ഷോയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പം ഞാൻ ചെന്നു. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ മജീഷ്യനാണ്, എനിക്കൊരു പ്രോഗ്രാം കിട്ടുമോ? നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് തരില്ല. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ഇല്ല, അതുണ്ട് എനിക്ക്. ഞാൻ നാട്ടിലൊക്കെ പ്രോഗ്രാം ചെയ്തില്ലെന്ന് കള്ളം പറയേണ്ടതായിരുന്നു ചാൻസിന് വേണ്ടി. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ കള്ളം പറയേണ്ടതായിരുന്നു. അങ്ങനെ അവരെനിക്ക് ചാൻസ് തന്നു. ഞാനൊരു 1.5 മണിക്കൂർ നേരത്തേക്കുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് പ്രോഗ്രാം ചെയ്തു. ആദ്യത്തെ ഒരു 15 മിനിറ്റോളം കുട്ടികളുടെ പ്രോഗ്രാം, ഒരു 1000-1500 കുട്ടികളുണ്ട്. അവരിങ്ങനെ സഹിച്ചു 15 മിനിറ്റ്. ഫസ്റ്റ് 15 മിനിറ്റ് ഞാൻ പറഞ്ഞ മാജിക് എന്ന് വെച്ചാൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവരുണ്ട് മാജിക് ഷോ ഉണ്ട്, അവരിരിക്കുന്നത്, അവരെല്ലാം തിരിഞ്ഞിരുന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി. അത്ര മാത്രമേ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ വന്ന് പറഞ്ഞു, സാമ്രാജ് ബെറ്റർ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനോ ഇനി വലിയ ഐറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓഡിയൻസിന് ഇടയ്ക്കോട്ട് ഇറങ്ങിയപ്പോഴും അവർ ലാസ്റ്റിൽ കട്ടനം കിട്ടും. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോ, തീർന്നിട്ടില്ല. ചാൻസ്. കരഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. എന്നിട്ട് പിന്നെ ആ അനുഭവത്തിൽ ഞാൻ പഠിച്ചു എന്തുകൊണ്ട് കുട്ടികളെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ഓഡിയൻസ് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി. അതിൽ നിന്ന് ഞാൻ പല പാഠം പഠിച്ചാണ് ഈ ലെവലിലേക്കൊക്കെ വന്നത്. അന്ന് ആ പാഠം ഉണ്ടായിരുന്നില്ലെങ്കിൽ താങ്കൾക്ക് പല കുറവുകളും നികത്താൻ പറ്റില്ലായിരുന്നു. തീർച്ചയായിട്ടും. ഒരുപക്ഷെ പിന്നെ അതോടുകൂടി ഞാൻ നിർത്തിയേനെ. അതുപോലുള്ള ദുരനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? 1-2 സ്ഥലത്തൊക്കെ ഉണ്ടായ പോലെ എനിക്ക് തോന്നുന്നില്ല. സ്റ്റേജിലാണെങ്കിൽ ഇപ്പം ചിലർ ചോദിക്കും, സാമ്രാജ് നിങ്ങൾക്ക് മാജിക്കിൽ ഈ അബദ്ധങ്ങൾ പറ്റാറുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയും പറ്റാറുണ്ട്. ഒരു 3 hours പ്രോഗ്രാം, ഒരു സ്റ്റേജ് ഇലൂഷൻ ഷോ നമ്മൾ നടത്തുകയാണെങ്കിൽ മിനിമം ഒരു 2-3 ഈ പ്രോഗ്രാമിലെങ്കിൽ അബദ്ധം പറ്റാറുണ്ട്. പക്ഷേ അത് കഴിവുകളല്ല, നമ്മൾ അതുപോലുള്ള ഐറ്റംസ് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓർക്കേണ്ടത് ഈ കഴിവുകൾ അല്ലെങ്കിൽ ഈ അബദ്ധങ്ങൾ ഓഡിയൻസിന് മനസ്സിലാകാത്ത രീതിയിൽ അത് മാറ്റിമറിക്കുകയാണ് മജീഷ്യന്റെ. ഞാൻ നേരത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് വഴുതി മാറാൻ വേണ്ടി താങ്കൾ ശ്രമിച്ച് പരാജയപ്പെട്ടതുപോലെ ചോദിച്ചോട്ടെ. സാധാരണ JB ജംഗ്ഷനിലെല്ലാം ഈ മിസ്റ്റർ ജോൺ ബുട്ടാസ് ആണ് മറ്റുള്ളവരെ ചോദിച്ചത്. ഞാൻ ഒരു ചോദ്യം ധൈര്യമായിട്ട് ചോദിച്ചു. ഞാനിങ്ങോട്ട് പോരുമ്പോഴേ ഒരു പ്രായമുള്ളൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ എവിടെ പോവാ? ഞാൻ പറഞ്ഞു JB സൂക്ഷിക്കണം, ജോൺ ബുട്ടാസ് വീണ്ടും നാള് കേട്ടോ. 2 കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം ചോദ്യം ചോദിച്ച് കുഴപ്പിക്കും. കുഴഞ്ഞു നിങ്ങൾ ഒത്തും പറ്റുന്നില്ല എങ്കിൽ ചില കഥകളൊക്കെ പറഞ്ഞ് ലാസ്റ്റില് നിങ്ങൾ കരഞ്ഞു പോകാനിടയാ. അതായത് ഞാനേ കരഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമെന്ന് അത് പറഞ്ഞു. പക്ഷേ അത് സാമ്രാജ്യം എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ പേടിയാണ്. അതൊന്ന്. പിന്നെ അപ്പച്ചൻ പറയും വേറൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാജിക് ഉണ്ട്. ഈ പേന ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കുന്നത്. ഈ മുന്നിലിരിക്കുന്നവരെല്ലാം ഈ ഗുട്ടൻസ് എല്ലാം പിടിക്കുന്ന ആ പേനയുടെ ശക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് സൂക്ഷിച്ചോണം. എനിക്കത് തരാമോ? ക്യാൻ ഐ ബോറോ ഇറ്റ്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് നോക്കട്ടെ. ഇതാണ്. പക്ഷേ നോക്കട്ടെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നോക്കുക, സൂക്ഷിച്ചോണ്ട് നോക്കുക. റെഡി, 1 2
അയ്യോ, ഇത് റബ്ബർ പോലും വളയുന്നുണ്ടല്ലേ? നോക്കി, റബ്ബർ പോലും വളയുന്നുണ്ട്. കറക്റ്റ് ആട്ടോ നോക്കി. നമ്മൾ ഉണ്ടാക്കിയത് അത്. ആണോ? ഇതാണ് സ്പെഷ്യൽ പേനാണ്. നോക്കുക, ഇനി ഞാൻ അതാ പോയി That's it. വേറെ ഒന്നില്ല, ഞാൻ ആയി പോകും. കുഴപ്പമില്ലെന്നേ. അയനോ ഇതില്ലാതെ ജോൺ ബ്രിട്ടാസിന് ഇതിൽ ആ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് പകരം ഞാനൊരു ഗോൾഡൻ പെന്നാണ് തരുന്നത്. ഓക്കെ, സ്വീകരിച്ചു. എന്റെ ശക്തി മുഴുവൻ ആ പേനയിലായിരുന്നു. എടുത്തോണ്ട് പോയി. ഇനി കട്ടിയുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, ഞാൻ രക്ഷപ്പെട്ടു. സാമ്രാജ് എപ്പോഴും ഒരു മജീഷ്യനെ ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കുന്നത് കൊച്ചു കൊച്ചു ഐറ്റംസ് കൊണ്ടാണ്. ആണോ? പലപ്പോഴും എന്താ കാരണം വെച്ചാൽ വലിയ ഹൊറർ ശൃംഖല കൊണ്ട് നിങ്ങൾ പ്രേക്ഷകരെ കീഴടക്കുന്നതിനേക്കാൾ ചിലപ്പോൾ സൗരഭ്യം കൂടുന്നത് ഒരു കൊച്ചു നമ്പറുകൾ, ആൾക്കാരുടെ കുട്ടികളുടെയൊക്കെ ഇമാജിനേഷൻ ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടി ഓക്കെ, ഒരു നമ്പർ, അങ്ങനെ ഒരു കോള കൊണ്ട് ഒരു ഐറ്റം. നോക്കുക, ഇതിനെ ഞാൻ ഈ പെട്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു. ഈ കോളയെ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാം, അല്ലേ? ഇത് ഒരു മൂർച്ചയേറിയൊരു വാളാണ്, കത്തി. ഈ കത്തി ഉപയോഗിച്ച് നോക്കുക, ഇങ്ങനെ 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 കട്ട് ചെയ്തു, പെൺകുട്ടിയെ കട്ട് ചെയ്തു. നോക്കുക, 4 സൈഡും കട്ട് ചെയ്യുക. ഇനിയും മാജിക് പവർ കൊണ്ട് ഇതിനെ പതുക്കെ 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 മുന്നോട്ട് ഇങ്ങനെ നീക്കുക. യെസ്, റൈറ്റ്. അപ്പോൾ ചിലർക്കെല്ലാം സംശയം. യെസ്, സ്റ്റേജിൽ ഇങ്ങനെയുള്ള പെൺകുട്ടിയെ രണ്ടായിട്ട് കീറി മുറിച്ച് മാറ്റുമ്പോഴും പലർക്കും സംശയമുണ്ട്. പ്രോഗ്രാമിന് ശേഷം അവർ വന്ന് ചോദിക്കും, സാമ്രാജ്, ഈ പെൺകുട്ടി ശരിക്കും ആ പെട്ടിയിൽ വളഞ്ഞൊടിഞ്ഞിരിക്കുകയല്ലേ, അല്ലെ അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ ഒരു സംശയം. എന്താ പറയുക, എന്താണെന്ന് പറഞ്ഞാലും, അതായത് വളഞ്ഞൊടിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കുന്നില്ല. ഏതായാലും അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ഒന്ന് കൈയിട്ട് കാണിക്കുകയാണ്. ഒന്നുമില്ല, നോക്കിയേ, ശൂന്യമാണ്. നോക്കിയേ, ശൂന്യം. ദിസ് നത്തിങ്. കണ്ടില്ലേ? എന്നിട്ട് വീണ്ടും 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 ഇങ്ങനെ എടുത്തിട്ട് നോക്കുക, വാള് മാറ്റി വീണ്ടും നോക്കിയേ, ആ കോളയെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച്. ദാറ്റ്സ് ഇറ്റ്. നോക്കുക, there is no magic in it. That's it. Thank you. സാമ്രാജ്, നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ആ ടീമിന്റെ ആ സമർപ്പിത ഭാവം, ഞാനതൊക്കെ കുറച്ച് വായിച്ചിട്ടുണ്ട്, പല ആൾക്കാരും ശേഖരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൽ പണ്ട് മജീഷ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ താങ്കളും മുതുകാടുമാണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രൊഫഷണലായിട്ട് ഈ മാജിക്കിനെ ഒരു കലയായിട്ട് വികസിപ്പിച്ചെടുത്തു. മുമ്പ് ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ ജനങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിച്ച്, മാത്രമല്ല ഒരു ഫീസിബിൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ജീവിത മാർഗമാക്കിയതിനെ മാറ്റി. പ്രൊഫഷണലാണ്, ഒരുപാട് പേർക്ക് ജീവിത സൗഭാഗ്യം കൈവരുത്താനുള്ള ഒരു മാർഗമായി. നല്ല വരുമാനമുണ്ടോ? ഞാൻ ഇന്ന് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ ഇന്ന് ഈ ഫീൽഡിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ സാമ്പത്തികമാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഗൾഫിൽ നിന്നാൽ മതിയായിരുന്നു. സിവിൽ എഞ്ചിനീയറായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി, കോണ്ടിനെന്റ് സർവറായിട്ട് കുഴപ്പമില്ലാത്ത ശമ്പളത്തിൽ കുടുംബസമേതം അവിടെ നല്ല പൊസിഷനിലൊക്കെ ഇരുന്ന ഒരാളാണ്. ഇന്ന് ഇത് വരുമാനം മാർഗമുണ്ട്, പക്ഷെ ഇത് പലർക്കും ആഗ്രഹിക്കുന്നുണ്ട്. പല എന്നെക്കാട്ടിലും കഴിവുള്ള പല മാന്ത്രികരും, അതായത് ഇലൂഷനിസ്റ്റ് പ്രത്യേകിച്ച്, ഇന്ന് കേരളത്തിലുണ്ട്. ഇവർക്കൊന്നും വളർന്നു വരാൻ പറ്റുന്നില്ല. കാരണം ഈ മാജിക്, അത് ഇലൂഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷൻ എക്സ്പെൻസീവാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഇവർക്കാർക്കും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഞാനിപ്പം എന്നെ കേൾക്കുന്ന ഈ പ്രോഗ്രാം കാണുന്ന ഗവൺമെൻറ് അധികാരികൾ ചിന്തിക്കുക, അവർക്കെല്ലാം ഏതെങ്കിലും രീതിയിലൊരു സാമ്പത്തിക ഒരു സഹായം ഉണ്ടെങ്കിൽ കേരളത്തിന് സാമ്രാജിനെ പോലെ, മുതുകാടിനെ പോലെ, അതിലും വലിയ 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 പല ആർട്ടിസ്റ്റ്, വലിയ വലിയ കലാ പ്രതിഭകളെ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും സാമ്രാജ്. അതായത് ഒരുപക്ഷെ മാജിക്കിന്റെ ഒരു വസന്തകാലം എന്ന് പറയുന്ന ഒരു കാലം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഗൾഫിൽ
16 വർഷം ജോലി ചെയ്ത അല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെ എനിക്കിത് റൺ ചെയ്യാൻ പറ്റുന്നു. മുതുകാടിന് അതുപോലെ ആവാം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത് നാട്ടിലെ പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ട് ഇവിടെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. മുതുകാടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് വലിയൊരു എന്താണ് മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള ഈ പറഞ്ഞ മാജിക് ലാൻഡൊക്കെ തുടങ്ങി വലിയൊരു സ്ഥാപനം കെട്ടിപ്പടുത്തു. കാരണം ഇതിനിപ്പോഴ് ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കെല്ലാം സാമ്പത്തിക ഇതാണ്. താങ്കൾ ഈ ഷോ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ താങ്കളുടെ ടെമ്പർമെന്റ്, സ്വഭാവം, പെരുമാറ്റം, ആൾക്കാരുള്ള ഇടപെടൽ എങ്ങനെയാണ്? സഹപ്രവർത്തകരോടുള്ള വളരെ കൂളാണ്? അല്ല, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അല്ലാതെ ഒന്നും നടക്കില്ലേ. അല്ലാതെ നമ്മുടെ ഈ തമാശ രീതിയിലൊന്നും പോയി കഴിഞ്ഞാൽ പറ്റില്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. മറ്റു കലാരൂപം പോലെ അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ചില ഒരു നാടകമാണെങ്കിൽ മനോഹരമാണ്, നല്ലൊരു നാടകം നടക്കുന്നു, അതിലൊരു ഡയലോഗ് മിസ് ചെയ്ത് പോയാൽ പോലും അത് നാടകത്തെ അധികമൊന്നും ബാധിക്കത്തില്ല. റിക്കവർ ചെയ്യാം, റീകൂപ്പ് ചെയ്യാം. മാജിക്കിൽ അങ്ങനല്ല. ഇതിന് വളരെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള സഹായികളുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വരട്ടെ. മജീഷ്യൻ സാമ്രാജ് സാറിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷമാകുന്നു. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള കാര്യം, കാരണം ഞങ്ങൾ പല യാത്രകളിലും എല്ലാം സാറിൻ്റെ ഒപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേങ്കിൽ എന്തൊരു ചെറിയ കാര്യത്തിന് പോലും പലപ്പോഴും സാറ് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് പലപ്പോഴും സാറ് ചൂടാകാറുമുണ്ട്. കാരണം ആ ടെൻഷൻ കൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഇത്രയും നാൾ സാർ ഇങ്ങനെ ആർട്ടിസ്റ്റുകളോട് ചൂടായി സംസാരിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണം സാറിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സത്യം, ആ പാവപ്പെട്ടവന് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഈ JB ജംഗ്ഷൻ എന്നുള്ള പരിപാടി വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, ചൂടായിയാണ് താങ്കൾ നിൽക്കുക പലപ്പോഴും. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആ ഷോയ്ക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കുറച്ചുകൂടി തണുക്കേണ്ടതില്ലേ എന്നുള്ളതാണെന്ന് വ്യംഗ്യാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചു. ഇത് താങ്കളുടെ കണ്ണു തുറപ്പിക്കുന്നതാണോ, മനസ്സുറപ്പിക്കുന്നതാണോ, അതെയോ നിങ്ങൾ ചെയ്യുന്നത് ശരിയെന്ന് നിങ്ങൾ നേരത്തെ പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുപോലെ പറയാൻ ശ്രമിക്കുകയാണോ? ഒന്നുമല്ല. ഞാനിപ്പോഴും വിചാരിക്കുന്ന അതിനാണ് തന്നെ വേണ്ടത്. ഞാൻ ചൂടാകണം. ചൂടിൻ്റെ അല്ല, ചില സമയത്ത് അങ്ങനെ ആയിപ്പോകുന്നതാണ്. കാരണം ആയിരങ്ങൾ മാജിക് ഷോ കാണാനായിട്ട് കാത്തിരിക്കുമ്പോൾ ഒരാൾ അത് 7 മണിക്ക് ഷോ ആരംഭിക്കണം. ആ സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ലേറ്റ് ആകുന്ന ആൾക്കാർ പോകും. പക്ഷെ ഈ ചൂടാകലൊന്നും നിങ്ങൾ ഭാര്യയുടെ അടുത്ത് കാണിക്കാറില്ലെന്നാണല്ലോ അവർ പറയുന്നത്. സത്യം, അദ്ദേഹത്തോട് ഭാര്യയോട് ചോദിക്കണം, നേരിട്ട് ചോദിക്കണം. ഇതെല്ലാം അവിടെ കൂടുതലും ഇവരോടൊന്നും ഞാൻ അധികം ദേഷ്യപ്പെടും. എന്റെ ഭാര്യയോട് തന്നെ ദേഷ്യപ്പെടാറുള്ളൂ. സത്യം പറയാം. അതിനങ്ങളെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കിട്ടൂല്ലോ. ഒന്നുമില്ല, പാവമാണ്. സത്യം പറയാണ്. അത് നേരിട്ട് പരിചയമുള്ളവർക്ക് അറിയാം. ഇതിന് നമ്മുടെ മാജിക് എന്ന ടൈമിങ്ങിന്റെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റേത് കലാരൂപങ്ങളും സമയം ഇച്ചിരി തെറ്റിയാലോ അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ ഇച്ചിരി വ്യത്യാസം കുഴപ്പമില്ല. ഇത് നമ്മുടെ ടൈമാണല്ല. ഇത്ര സമയത്ത് ഞാനിപ്പോ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മുറിച്ച് മാറി ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ അടുത്തൊരാൾ വന്നിട്ട് ജോയിൻ ചെയ്യണം. അദ്ദേഹം ജോയിൻ ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മാജിക് കാണും. ജോയിൻ ചെയ്യേണ്ട സമയത്ത് ഞാൻ നോക്കുമ്പം ഇവരെ ജോയിൻ ചെയ്യാൻ വരുന്നില്ല. ഞാൻ വെളിയിൽ പോയി നോക്കുമ്പോൾ എന്താ, പുള്ളി വെളിയിൽ ഇങ്ങനെ നിന്ന് വാചം അടിച്ചോണ്ടിരിക്കുക, സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ തീർന്നില്ലേ? ഇത് ഇവര് വളരെ അലേർട്ടായിരിക്കണം. മാജിക് എന്ന് പറഞ്ഞാൽ ഇതിന് ഇഫും ബട്ടും ഒന്നുമില്ല. ഈ സാമ്രാജ്യം പോകണ്ട, ആകെ മാറി. ഞാനറിയാത്തൊരു പ്രണയം എന്താ പറഞ്ഞിട്ട് അല്ല, ഇന്നല്ലേ നാളെ പിന്നെയും പൊങ്ങി വരാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെ കാണിച്ചു വന്നേ. ഞാൻ അവിടെ നിർത്തി. മലയാളിക്ക് ഒരു മസല എടുത്തുകൊണ്ട് ഒന്നിനെ അംഗീകരിക്കാനുള്ള ഒരു വൈമുഖ്യം അതിലെ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ മാജിക്കുകൾ, അതായത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക് അല്ലെങ്കിൽ മാംഗോ ട്രിപ്പ്, ഇങ്ങനെയുള്ള ഇപ്പോഴും ആ മിസ്റ്ററി, അത് മിസ്റ്ററി തന്നെയാണ്. നിങ്ങൾ പുതിയ മാജിക് പഠിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോകും. ഈ മാജിക് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട ഒരു കലയല്ല, പഠിക്കേണ്ട കലയാണ്. ഞാൻ പറയുന്നത്, ഒന്ന്, അനാവശ്യമായിട്ട് ഇതിന്റെ രഹസ്യം മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കരുത്. ആവശ്യമില്ലാതെ എടുക്കാൻ എന്തെങ്കിലും മനസ്സിൽ നല്ലൊരു ഇമേജ് എന്നെ പറ്റി ഉള്ളതോട് പോയി കിട്ടും. അത് കാരണം അത് വേണ്ട.